मिठा मिठा खाइए मिठी मिठी बातें करिए. ദുബൈയിൽ നടന്നിരുന്ന ഒരു അനധികൃത കച്ചവടത്തെ ദുബായ് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ഇന്ന് അതൊരു വലിയ ബ്രാൻഡായി മാറിയ കഥയാണ് പറയാനുള്ളത്. ദുബായ് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് ജനിച്ച കഥ. വലിയ ശമ്പളം വാങ്ങുന്ന മാനമുട്ടിയുള്ള കെട്ടിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്ന സമ്പന്നർക്ക് മാത്രമുള്ള നഗരമല്ലിത്. ദുബായ് എങ്ങനെ ദുബായ് ആയെന്നും അതിൽ സാധാരണ തൊഴിലാളികൾ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഇവിടുത്തെ ഭരണാധികാരികൾ മറന്നിട്ടില്ല. കുടുംബത്തെ വിട്ട് പ്രവാസം സ്വീകരിച്ച അവരുടെ ജീവിതത്തിനും സന്തോഷങ്ങൾക്കും വലിയ പരിഗണനയാണ് ദുബായ് നൽകുന്നത്. ഇവിടെ നല്ല സുഖമാണ്. എന്താ വെച്ചാൽ എല്ലാ സാധനവും കുറച്ച് വില കുറഞ്ഞ് കിട്ടും. ഫുഡ് ഐറ്റംസ് എല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് സാധനവും ഇവിടെ വന്നു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിലും കുറച്ച് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ്, ഒരു രസം. ദോശയും ഇഡ്ഡലിയും മുതൽ നേപ്പാളിയുടെ മോമോസും ബംഗാളിയുടെ കോശ മങ്കോഷോയും പാകിസ്ഥാനിയുടെ റൊട്ടിയും ദാലും, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള വിവിധ ഭക്ഷണങ്ങൾ രുചിയോടെ ഇവിടെ നിന്ന് കഴിക്കാം. വില കേട്ടാൽ ദുബൈയിലുള്ളവർ പോലും ചിലപ്പോ ഒന്ന് ഞെട്ടും. लेमन जूस फ्रेश 1 dirham. आ जाओ आ जाओ. मेरा शॉप में चाउमीन है, नूडल्स, मोमो, पानी पूरी, चटपटे. We do best quality, many foods, like many countries. Like we can call a global market. We can have like Bengal, Indians, Pakistan, every countries like they can visit here and they can taste our food. ഓരോ വിഭവങ്ങൾക്കും ഇവിടെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ബർഗർ സ്പെഷ്യലിസ്റ്റ് ഡാനി. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്ന തൊഴിലാളിക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിനൊക്കെയുള്ള അവസരമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒന്നിച്ചിരുന്ന് സൊറ പറയാനും നല്ല ഭക്ഷണം കഴിക്കാനും പലവിധ വിനോദങ്ങൾക്കും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. 3 കമ്മ്യൂണിറ്റി ലേബർ മാർക്കറ്റുകളാണ് ദുബായ് മുനിസിപ്പാലിറ്റിക്കുള്ളത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി പലതും കെട്ടിപ്പടുത്ത മലയാളികളുടെ കൈകളുമുണ്ട് ഇന്ന് ഇതൊരു മനോഹര കമ്മ്യൂണിറ്റി മാർക്കറ്റ് ആയതിന് പിന്നിൽ. ദുബായ് മുനിസിപ്പാലിറ്റി ദുബായിലെ ലേബർ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു സംവിധാനമാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് 5 മണി തൊട്ട് 12 മണി വരെയാണ് ഈ മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുക. ഇതൊരു ഓപ്പൺ മാർക്കറ്റാണ്. പച്ചക്കറി, പഴങ്ങൾ, പല രാജ്യത്തു നിന്നുള്ള ഫുഡ് സ്റ്റോളുകൾ, സലൂണുകളും ടൈലറിംഗ് യൂണിറ്റുകളും ഉണ്ട്. ദുബൈയുടെ തുടക്കകാലം മുതൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന മേഖലയിലൊന്നാണ് അൽക്കൂസ്. പിന്നീട് വൈകുന്നേരങ്ങളിൽ പച്ചക്കറികളും മറ്റ് അവശ്യ സാധനങ്ങളും വിൽക്കുന്ന വഴിയോര കച്ചവടം തൊഴിലാളികൾക്കായി തൊഴിലാളികൾ തന്നെ ആരംഭിച്ചു. തുച്ഛമായ വേതനം വാങ്ങുന്ന തൊഴിലാളികൾക്ക് ഈ കച്ചവടങ്ങൾ വലിയ സഹായം തന്നെയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ദുബായ് മുനിസിപ്പാലിറ്റി ആ കച്ചവടങ്ങൾ ഏറ്റെടുത്ത് തൊഴിലാളികൾക്കായുള്ള കമ്മ്യൂണിറ്റി മാർക്കറ്റുകളാക്കി മാറ്റി. ഒറ്റവാക്കിൽ തൊഴിലാളികൾക്കായി തൊഴിലാളികൾ നടത്തുന്ന തൊഴിലാളികളുടെ മാർക്കറ്റ്. അക്ഷയ് പെരാവൂർ, മീഡിയ 1, ദുബായ്.